ഹലോ, കേക്കാമോ? കേൾക്കാം. ആരാ വിളിക്കുന്നേ? ഹരിയേട്ടാ, ഞാൻ ഇലഞ്ഞിക്കൽ നിന്ന് വീണയാ. ആ വീണ, സോറി കേട്ടോ, മുമ്പ് നമ്മൾ ഫോണിലൂടെ സംസാരിച്ചിട്ടില്ല. നമ്പർ സേവ് ചെയ്യാത്തോണ്ടാ ആരാന്ന് ചോദിച്ചേ. അത് സാരമില്ല ഹരിയേട്ടാ. അത് പിന്നെ വിമലേച്ചി ഇന്നലെ രാത്രി ഒരു ബുദ്ധിമോശം കാണിച്ചു. എന്താ എന്താ അവിടെ ചെയ്തേ? എന്തു പറ്റി? അത് ചേച്ചിക്ക് എന്തോ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. വിനയേട്ടനുമായിട്ടും ചില തർക്കങ്ങളുണ്ടായി. ഒടുവില് മുറിയിൽ ഒറ്റയ്ക്കായപ്പോ കയ്യിലെ വെയിൻ കട്ട് ചെയ്ത് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. എന്തിനാ അവളത് ചെയ്തത്? എന്ത് കാര്യത്തിന്? അറിയില്ല ഹരിയേട്ടാ. ഹരിയേട്ടന് അറിയാലോ, ഏത് കാര്യത്തിനും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമാ. ഇന്നലെ ഏട്ടന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് മുഖം മുറുക്കി കെട്ടി ഒറ്റ ഇരിപ്പായിരുന്നു. പിന്നീട് വിനയേട്ടൻ വന്നപ്പോ ഭർത്താവിനെ അപമാനിച്ച് എന്തിനാന്നും ചോദിച്ച് വഴക്കായി. വിനയേട്ടനും എന്തോ ടെൻഷനിലായിരുന്നു. ഒടുവില് വിമലേച്ചി തളർന്നുപോയി. പിന്നീട് അതാ ഇങ്ങനൊരു സാഹസം കാണിക്കാൻ. എന്നിട്ട് എന്താ ഇപ്പൊ അവളുടെ അവസ്ഥ? ആദ്യം അത് പറ. പേടിക്കണ്ട, ആരുടെയോ ഭാഗ്യത്തിന് വലിയ ആപത്തൊന്നും ഉണ്ടായില്ല. വിമലേച്ചി ഇപ്പൊ ഹോസ്പിറ്റലിലാ. മുറിവ് ഡ്രസ് ചെയ്തു. കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഏത് ഹോസ്പിറ്റൽ? എന്നിട്ട് എന്നെ ആരും ഒന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ. അതെ, ഹരിയേട്ടനെ ആരും വിവരം അറിയിച്ചിട്ടില്ലെന്നറിയാം. അതാ ഞാനിപ്പോ വിളിച്ചത്. ഡ്രസ്സിങ് തീർന്ന് കുറച്ചു കഴിഞ്ഞാൽ വിമലേച്ചിയെ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ കൊണ്ടുവരും. ചേട്ടൻ ഇങ്ങോട്ട് വന്നാ വിമലേച്ചിക്ക് അത് വലിയ ആശ്വാസമാവും. ശരി, ഞാൻ വരാം. ഫോൺ വെച്ചേക്ക്. ശരി. നീ എന്താ ആകെ വല്ലാണ്ടായി നിൽക്കുന്നെ? ആരാ വിളിച്ചേ? ബാക്കിയുള്ളവരെ തീറ്റിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. നീ വിമല സ്വയം ചാകാൻ നോക്കി, ചത്തില്ല. എന്താ സന്തോഷമായോ നിങ്ങൾക്ക്? എന്തേ മിണ്ടാത്തേ? നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഈ പറഞ്ഞത്. കൈഞ്ഞരമ്പ് മുറിച്ചിട്ട് ചോര വാർന്ന് കിടക്കുന്നുണ്ട് വിമല. എവിടെ? ചത്തിട്ടില്ല. വേണമെങ്കിൽ എന്റെ ഭാര്യയുടെ പ്രാണനെടുക്കാൻ പോയി വല്ല ദുർബന്ധവാദിയും കണ്ട് ആഭിചാരം നടത്താം. നിർത്തണം നിന്റെ പരിഹാസം. ആ നശൂലം പിടിച്ചവള് ചത്താലും ചത്തില്ലെങ്കിൽ എനിക്കെന്താ? അവളെ ഇവിടെ കയറ്റി പാർപ്പിക്കണ്ടെന്ന് ദൈവത്തിനും തോന്നിക്കാണും, അത്ര തന്നെ. എന്റെ അമ്മേ, നിങ്ങൾ ഒരിക്കലും നന്നാവില്ലേ? അവള് ചാകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എനിക്ക് പിടികിട്ടി. ഇന്നലെ ഇവിടുന്ന് മടങ്ങിപ്പോയ ശേഷം എടുത്ത വിരട്ടല ഇത്. തുണിക്കടയിലെ ഷെയറുകാരന് നീ കൊടുത്ത ചെക്ക് മടങ്ങിയെന്നറിഞ്ഞതിന്റെ ദണ്ണം തന്നെയാണ്. കടയിൽ ഉടമയായി ഞെളിഞ്ഞിരിക്കാമെന്ന പൂതി തകർന്നതിന്റെ നിരാശ. അതോ ഇനിയിപ്പോ തലയുടെ കല്ല് തെറ്റിയ അവളുടെ ആങ്ങള തല്ലിക്കൊല്ലാൻ നോക്കിയതിന്റെ സങ്കടോ മറ്റോ ആണോന്ന് ആർക്കറിയാം. എന്ത് തന്നെ ആയിരുന്നാലും നശിച്ച കുടുംബം അത്. ഒന്ന് നിർത്തുന്നുണ്ടോ ഈ അപരാധം പറച്ചില്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.